എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 6ാമത് NN പിള്ള സ്മാരക 6ാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 4 വരെ എഴുവ പത്തിയൂർ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമാണ് നാടകോത്സവം നടക്കുന്നത്. കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ 6ാമത് NN പിള്ള സ്മാരക പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 4 വരെ എരുവ പത്തിയൂർ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിലെ പ്രമുഖ നാടക സമിതികൾ നാടകം അവതരിപ്പിക്കുന്നതിനോടൊപ്പം വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, നളന്ദ പുരസ്കാര സമർപ്പണം എന്നിവയും നടക്കും. നളന്ദ പ്രസിഡന്റ് S. അജയകുമാർ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷനായി. നാടകകൃത്തും നടനുമായ വേണു C. കിഴക്കനേല ഉദ്ഘാടനം നിർവഹിച്ചു. 14ാം വാർഡ് മെമ്പർ ഐശ്വര്യ ഗോപിനാഥ്, നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് G. സദാശിവൻ, സെക്രട്ടറി പ്രഭാഷ് പാലാഴി, പത്തിയൂർ വിശ്വൻ, ശശികുമാരൻ പിള്ള, രൂപേഷ് P, ബിജു KG, സേതു ബിജു, ഭാഗ്യലക്ഷ്മി, രാജേഷ് CR, വിഷ്ണു ബാബു, രവിശങ്കർ, അശ്വിൻ, ബിജു എന്നിവർ സംസാരിച്ചു. വിശ്വലാൽ പത്തിയൂർ, ശ്രീകുമാർ ശ്രീധരിയം, രാജേഷ് ദേവപ്രയാഗ്, റോബിൻ CR, മണിയമ്മ, തുളസീദാസ്, K. സോമൻ, സന്തോഷ് വല്യത്ത്, ഷീജ തൊണ്ടാലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 51 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പത്തിയൂർ കശുവണ്ടി ഫാക്ടറി പടിഞ്ഞാട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, അതിൽ തെക്കുവശത്ത് ഞാനൊരു നാടകം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നളന്ദയുടെ. അദ്ദേഹം ഓച്ചറക്കാരനാണ്. ഓച്ചറയിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ റെഗിയുടെ മരണത്തിന് ശേഷം അവിടെ ഒരു അനുശോചന യോഗം ഉണ്ടായി. എല്ലാം ബിരിയാണി കഴിഞ്ഞപ്പോൾ അത് ഇത് മുപ്പല്ലേ എൻ്റെ ചോദിച്ചു വീട് എവിടെയാണ് പരിചയപ്പെട്ട് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ബിൽഡിങ്ങുകൾക്ക് അവർക്ക് അനുവദിക്കാൻ കഴിയുള്ളൂ. അപ്പം അതാണ് നമുക്കുള്ള ഒരു സോഴ്സ്. CSR ഫണ്ട് എന്ന് പറയുന്നത് വലിയ കമ്പനികൾ നമുക്ക് തരുന്നതാണ്. അത് നമ്മൾ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ആ പ്രോജക്റ്റ് അവരോട് റെക്കമെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ നല്ല ഇതാണ് ചെയ്യുന്നത്. അതിപ്പം ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ ലഹരി വിരുദ്ധമായാലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ സ്ത്രീ സുരക്ഷയായാലോ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ അത് CSR ഫണ്ട് തരണമെന്ന് അവർക്ക് തോന്നുന്നു. CSR CD നെറ്റ് ന്യൂസ് കായംകുളം.